അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോവർക്കും മാഷാ അല്ലാഹ്. മക്കളെ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിംഗ് ഉണ്ട്. വീട്ടിൽ ഇന്നലെ വന്നിട്ട് അപ്പത്തിന് നിങ്ങൾ പോകുന്നുണ്ടോ? വീട്ടിൽ വന്നിട്ട് അപ്പത്തിന് അങ്ങ് പോവാണ്. ഷൂട്ടിങ്ങിൻ്റെ ഒരു ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ പോവാണ്. ഡബ്ബയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. എന്താ അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പോണതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു. ഒരു പ്രാവശ്യം പോട്ടെ പോണേന് സങ്കടമൊന്നുമില്ലല്ലോ. അവർക്ക് എന്ത് സങ്കടം ഇന്നലെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പോവാണ്. എന്താ കുട്ടി ഇറങ്ങുക ഓള് ഹലോ പറഞ്ഞ സത്യം പറഞ്ഞിട്ട് നല്ല മിസ്സിങ് ആയിട്ട് ഇന്നലെ വന്നിട്ട് നിങ്ങൾക്ക് പോവുക പറഞ്ഞ. അപ്പോൾ ഇൻഷാല്ലാ ഷൂട്ടിന് ഇഷ്ടത്തിന് എന്തെങ്കിലും പോയിട്ട് ഇൻഷാല്ലാ കാണാം. ഹലോ അസ്സലാമലൈക്കും മക്കളെ, എൻ്റെ പുതിയ വീട്ടിലേക്ക് ഇവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെവിടെ വെച്ചാൽ കൊച്ചിയിലെ തന്നെ നമ്മൾ ഏറ്റവും സൂപ്പറായ ഹബാദ് ഹോട്ടലിലാട്ടോ നമ്മൾ റൂംസ് എടുക്കുക. നമ്മൾ എന്തായാലും നമ്മുടെ പുതിയ ഷൂട്ട് റുഹാനുമ്മ 2 എന്തായാലും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു റൂംസിൽ താമസിക്കണം എന്നുള്ള ആഗ്രഹം. എന്തായാലും മാഷാ അല്ലാഹ് അത് എനിക്ക് ഷിഫാക്കി തന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാണ് ആദ്യം റൂമൊക്കെ. അപ്പോൾ റൂമിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കട്ടോ. ഒരുപാട് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ലോൺ ഇതൊക്കെ ഹബാത്ത് ഇതാണ്. ഇവിടെയൊക്കെ വലിയ നമ്മളെ മമ്മൂക്ക മോഹൻലാൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ താമസിക്കുള്ളൂ. ഒരു റൂമിന് തന്നെ 8-9 റുപ്യനൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കയറണം അത് ഹോട്ടലിൽ. കാരണം ഇതിൽ കഴിയുമ്പോൾ തന്നെ ഒരുപാട് വെൽക്കം ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മുകൾക്ക് കയറിയിട്ട് എന്തുണ്ടാവാൻ കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, മക്കളെ റൂമിനുള്ളിൽ കയറാൻ പോകട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാറിനുള്ളിലാണ്. അപ്പോൾ എന്തായാലും ഹമാദ് ഹോട്ടലിൻ്റെ എന്താ ഇതിൻ്റെ ഹോട്ടലിൻ്റെ പേര് ഹബാദ് ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. അപ്പോൾ എന്തായാലും കയറിട്ടില്ല അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ തരണം. മക്കളെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകട്ടോ. ജിൽഷോ പൊളിയല്ലേ അതോ അതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിൽ കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടോ. ഡോറ് തുറന്ന് വലിയ ഡോറും കാര്യങ്ങളൊക്കെ തുറന്നതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. എൻ്റെ മോനെ ഇതാണ് ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ മുകളിലാണ് പൂള് വരുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഉള്ളിൽ കയറാൻ പോകും. മാഷാ അല്ലാഹ് പൊളി 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 വൈബ് വൈബ് വൈബ്. അപ്പൊ മക്കളെ നമ്മൾ റൂമൊക്കെ എത്തി ഗൈസ്. അപ്പൊ അതുപോലെ റൂമിൽ വസ്ത്രം കാണാൻ കണ്ണാടി പക്ഷേ മക്കളെ കാണാൻ വേറെ 2 കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ കണ്ണാടി നമ്മൾ ഫേസ് ഉണ്ടല്ലേ പൊളിയാണ്. നമ്മൾ ഡോർ അടിച്ച് നോക്കുമ്പോൾ ഇക്കും ഭാഷ സെപ്പറേറ്റ് റൂമാണ്. മാഷാ അല്ലാഹ് ബെഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ ബെഡിൽ ഞാൻ കിടക്കട്ടോ. ആ ബെഡിൽ ഏത് ബെഡായാലും കുഴപ്പമില്ല. അങ്ങനെ ബെഡിലേക്ക് എത്തി സെറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാഗ് കൂടെ വെക്കാം. അങ്ങനെ ഇരിക്കാറുണ്ട്. സത്യം പറയുന്നത് മക്കളെ എന്താ ഇതുപോലത്തെ റൂം നമ്മൾ സത്യം എന്റെ ജീവിതത്തിൽ വേറെ എടുത്തില്ല. അപ്പൊ ഇതിന് നമ്മളിത് പറയേണ്ട ആർസ്കാർ ബിഗ് സെലോട്ട് ആർസ്കാർക്ക് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ സെറ്റ് ഭാഷ ഡ്രസ് ഞാനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് അപ്പുറം നമുക്ക് നോക്കാം. അപ്പൊ അതുപോലെ തന്നെ പുറത്ത് നമുക്ക് ഒരു ക്ലാസ് തോന്നിട്ട് എന്തും ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ ഇവര് 4 ബോട്ടിൽ വെള്ളം ഗൈസ്. നമ്മൾ പീടികളിൽ 10 രൂപ കൊടുക്കണം. ഇവിടെ ഫ്രീ ആണ് മുത്തുമണികളെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യട്ടോ. കോൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല, വർക്കിംഗ് ആണ് കുഴപ്പമില്ല. ഇതിന് നമുക്ക് ഇത് റൂം കഴിഞ്ഞിട്ട് ഇവിടുത്തെ എങ്ങനെ എന്റെ റൂംസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതണം. പക്ഷെ മോള് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും ഞാനും രാവിലെ 7 മണിക്ക് നീക്കട്ടോ. നമ്മൾ യാത്ര തന്നെ പോകും. ടോയ്ലറ്റ് പറയാനത് വേറെ ഒന്നുമല്ല. ടോയ്ലറ്റ് കടന്നു കുടിക്കാം. പൊള്ളിമറെ കടന്നു കുടിക്കാം. അതുപോലെ തന്നെ പോളിയായിട്ട് അപ്പിടാം. പോളിയായിട്ട് അപ്പിടാൻ പറ്റിയ കേസ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ചൂടാക്കി സെറ്റാണ് ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ ബാക്കപ്പാണ്. 1 2 3 4 6 7 8 ഷാമ്പു. അതുപോലെ തന്നെ ബ്രഷ് ഒരു ബ്രഷ് ബ്രഷ് ഇല്ല ബ്രഷ് ഉണ്ട് ഗൈസ്, സോപ്പ് ഉണ്ട് ഗൈസ്,
സോപ്പൊക്കെ വറക്കണ സോപ്പ്. നമ്മളിത് എങ്ങനെ റൂം അത് നമ്മൾ കൊളാക്കി കൊടുക്കും. ഞാനിവിടെ കടന്ന് കുളിക്കുന്ന വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോ. കമന്റ് ഇട്ട് മറക്കണ്ട. പിന്നെ ഇതിന്റെ ഉള്ളില് പക്ഷെ എന്താ ലോക്കറല്ലേ പൈസ നമ്മൾക്കില്ലാത്ത നമ്മൾ പാപ്പരായതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും വലിയ റൂമിൽ നമ്മൾ പാപ്പരായിട്ട് വന്ന് വരുന്നത് നമ്മൾ ആരിസ്ഖാനോട് പരാതിരിക്കാൻ നമ്മുടെ സീസിന്റെ മെയിൻ ചെയർമാനാണ്. മെയിൻ ചെയർമാൻ ആകുന്നത് ആരിസ്ഖാണ്. അപ്പൊ ആരിസ്ഖാൻ നമ്മുടെ ഷൂട്ട് നമ്മൾ റൂഹാണ് മറ്റു മതിയില്ല നമ്മൾ റൂഹാണ് മറ്റു. അതുപോലെ തന്നെ ഇറങ്ങണം നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യേണ്ട മക്കളെ. നമ്മൾ റൂഹാണ് മറ്റു ആശ്രയക്കുട്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനാണ് മക്കളെ വന്നിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ റൂമൊക്കെ അടിച്ചു പൊളിച്ച് നമുക്ക് മോൾക്ക് പോയാലും ആരിസ്ഖാൻ മോൾക്കോട്ടാ കട്ടി. ഞാനിവിടെ 3 സ്റ്റാർ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവിടെ പോയേക്ക്. അപ്പൊ അതല്ല നിങ്ങൾക്ക് വേണ്ടിട്ട് റൂം ഫുഡ് അല്ലേ രണ്ടാളും കൂടി. ഗുഡ് മോർണിംഗ്. ഫുഡ് കഴിക്കാൻ കയറിട്ടെ ഗൈസ്. സ്ട്രോബെറി ജ്യൂസ് ഫുള്ളാക്കാണ്. കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ കേൾക്കുന്നത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്താ സംഭവം അറിയില്ല. നിർത്തി നോക്കിയത് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതെന്തൊക്കെ സാധനമാണ്. ഇതിൻ്റെ പേരെന്താ? സോസേജാണ്. ഇതാണ് സോസേജ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതെന്തിട്ടൊരു അപ്പാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതെന്താ ഫിഷ് കറിയാണ്. ഇത് നമ്മൾ വെള്ളപ്പം, ചപ്പാത്തി, സാമ്പാർ, ഉപ്പുമാവ്, സാമ്പാറിന് ഇതിൻ്റെ പേരെന്താണ്? വട, ഉഴുന്ന് വട. പിന്നെ വരുന്നത് പിന്നെ ക്ലബിലൊക്കെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ ബുൾസൈ മാത്രമായിട്ട് കൊണ്ടുവന്നെ. അവർ ബുൾസൈ മാത്രമേ കഴിക്കലുള്ളൂ, അതുകൊണ്ട് വലുതൊന്നും കഴിക്കലില്ല. അതാണ് എൻ്റെ രഹസ്യം. നിങ്ങളൊക്കെ ദോശയും ചപ്പാത്തിയൊക്കെ എന്താ, ഞാൻ വെറും ബുൾസൈ മാത്രമേ കേട്ടോ. നമുക്കതുള്ള വർക്കുള്ളൂ. അപ്പൊ മണി മുക്കളെ നമ്മൾ രാവിലെ മോർണിംഗ് ആവാൻ വേണ്ടി കാത്തിരുന്ന വൈബൊക്കെ എത്തി. ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ കഴിഞ്ഞ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എവിടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടുക്കല്ല മക്കളെ, നമ്മൾ പോകുന്നത് സ്വിമ്മിംഗ് പൂളിക്കാണ്. ഐ തിങ്ക് സന്തോഷം കൊണ്ട് നമ്മൾ പോകുകയാണ് ഗൈസ്. ഇപ്പൊ ഇതാ നമ്മൾ ചെറുപ്പൂലാണ് സിനിമ എടുക്കണോ, ആ ഷൂട്ട് ചെയ്ത ഹോട്ടലല്ല അല്ലാതെ പറഞ്ഞു കറിയാണ്. എന്തായാലും വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഇറങ്ങാൻ പോണി ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങള് കേക്കൊക്കെയാണെന്ന് പറഞ്ഞു പോലെ ഇറങ്ങുന്നത്. ആരിസ്ക ലെറ്റ്സ് ഗോ പോവല്ലേ കുടിക്കലപ്പോ. അപ്പോൾ നമ്മൾ രാവിലെ വരെ കാത്തിരുന്ന് പൂളിന് വേണ്ടിയാണ്. പൂളിലേക്ക് പോകണം. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് എന്തായാലും അവരോടും പറഞ്ഞതല്ലേ ഇതിൻ്റെ മുകളിലൂടെ പൂളി വരുന്നത് ഗൈസ്. പാട്ടാണ് എന്തായാലും പോളിക്കണം. ഭാഷയ്ക്ക് നീന്തൊക്കെ അറിയില്ല. ഭാഷനൊക്കെ ഒന്നിലൂടെ കൊല്ലും. ചെറിയ നീന്തൊക്കെ അറിയാവുള്ളൂ. ഇപ്പം മാൻ പൂളിലെത്തി. അതിൻ്റെ മുകളിൽ പൂളിക്കെത്തി കേട്ടോ. പൂളിക്കെത്തിയൊരു വൈബാക്കാണ്. വന്നൊക്കെ ആരിസ്ഖാൻ്റെ ജിൽഷൻ്റെ പണി എന്താണെന്ന് അറിയോ? ഏയ് റൂമിൽ എ സി കൊണ്ട് രണ്ടാൾ ഉറങ്ങിയതല്ലേണ്. ആരാടാ പറ്റില്ല. അപ്പൊ മക്കളെ അത് പൂൾക്കിറങ്ങാൻ പോകട്ടോ. ഫുൾ ഡ്രസ്സൊക്കെ മാറ്റി പൂൾക്കിറങ്ങാൻ പോവാണ്. പൂൾക്കിറങ്ങാൻ ഹലോ ഗൈസ്. Hey. Wow, man. മക്കളെ ആരിസ്ക പൊളിയല്ലേ? നമുക്ക് സൂം ചെയ്യാനായിട്ട് മക്കളെ വളരെ ചാടി സെറ്റാട്ടോ. വൈബാണ് മക്കളെ. ദിൽഷാദേ ബോഡി ഷോ കാണിക്ക്. ബോഡി ഷോ
എന്നേക്കണോ ഇതാരാ മനസ്സിലായി നിങ്ങൾക്ക് വെള്ളത്തിൽ ചാടിയുണ്ടോ സൂം ചെയ്ത് കിട്ടോ അരിസ്ക എടുത്താ വെള്ളത്തേക്ക് ചാടി ഞാനും കുട്ടികളാന്ന് പറഞ്ഞു ശരിയല്ലേ ഭാഷ നീന്തൊക്കെ പഠിപ്പിക്കട്ടോ ആർസ്ക ഫുള്ള് നീന്തലാണ് പോയത് അവിടെ ഭാഷനെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് ഭാഷയൊക്കെ നീന്താൻ മാത്രമേ അറിയൂ അടിക്കാൻ മാത്രമേ അറിയുള്ളൂ അടിക്കാൻ മാത്രം എനിക്ക് അറിയുള്ളൂ കാലിട്ടിട്ട് നീന്തൊക്കെ അറിയില്ലേ ഇല്ല അനക്ക് അടിക്കാൻ മാത്രമേ അറിയുള്ളൂ കാലിട്ടടിച്ചാൽ മാത്രം പോരാ